Hello friends, welcome to channel. 𝙑𝙞𝙙𝙯 channel स्वागതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നൊരു മീൻ്റെ ഒരു സ്മാർട്ട് ആയിട്ടുള്ള നമ്മുടെ സെക്യൂരിറ്റി ക്യാമറയാണ്. ഇതിന്റെ പേര് വരുന്നത് മീ ഹോം സെക്യൂരിറ്റി ക്യാമറ 360 ഡിഗ്രി ആണ്. ഇത് 1080p വരെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസൊല്യൂഷൻ ഉള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ ഇതിന്റെ വേറെ മോഡൽസ് മുമ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു മീ, പക്ഷേ ഇപ്പോൾ അത് അവൈലബിൾ അല്ല. ഇത് നമുക്ക് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലാണ്. നമ്മൾ ഇതിന് മുമ്പ് റിയൽമിയുടെ ക്യാമറ അൺബോക്സിങ്ങും നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും നല്ലൊരു ക്യാമറ തന്നെയായിരുന്നു. അതിനൊരു 2999 രൂപ റേഞ്ച് വരുന്നുണ്ട്. ഇതിനൊരു 2899 ആണ് ഇതിന് വരുന്നത്. അപ്പോൾ ഒരു 100 രൂപയുടെ ഡിഫറൻസ് സംഭവത്തിൽ തമ്മിലുള്ളൂ. ഇതിലാകുമ്പോൾ നമുക്ക് 64 GB വരെ സപ്പോർട്ട് ആകുമ്പോൾ നമ്മുടെ റിയൽമിയിലാണെങ്കിൽ നമുക്ക് 128 GB വരെ നമ്മുടെ മെമ്മറി കാർഡ് ഇടണം. പിന്നെ നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഇതിലൂടെ നമ്മൾ മെമ്മറി കാർഡ് ഫ്രീ കിട്ടില്ല, നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണത്. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ വൈഫൈ ഉണ്ടോ എന്ന് ഉറപ്പാക്കണം. എന്ന് വെച്ചാൽ വൈഫൈ ഇല്ലെങ്കിൽ സംഭവം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളത് ഉണ്ടെങ്കിൽ മാത്രം അത് വാങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഭയങ്കര വേസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ്ങും സെറ്റിംഗ് അപ്പൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്കിത് അലക്സയിലും സംഭവങ്ങളൊക്കെ സ്മാർട്ടാണ്. അപ്പോൾ നമ്മൾ അലക്സയിലും ഗൂഗിൾ അസിസ്റ്റൻ്റൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യുകയും ചെയ്യാം. പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ ഉണ്ട്, അതുപോലെ ടോക്ക് ബാക്ക് ഫീച്ചർ ഉണ്ട്. അതൊക്കെ നമ്മുടെ റിയൽമിയിലുള്ള അതേ സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് പറയാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്കിത് അൺബോക്സിങ് കാര്യങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് നോക്കാം. അതുപോലെ നമ്മുടെ ഇൻ്റർഫേസും മീ സ്മാർട്ട് എന്ന് പറഞ്ഞൊരു മീ ഹോം എന്ന് പറഞ്ഞൊരു ആപ്പാണ് ഇതിൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് വീഡിയോയിൽ ലിങ്കിലുണ്ട്, അതും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഗീവ് അവേ വീഡിയോ കാണാത്തവർ പോയി കാണാൻ നമ്മൾ 2 ഗീവ് അവേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 10 റൂട്ടറും ഒരു എന്താ പറയുക ഒരു ഫോർട്രോണിക്സിൻ്റെ വയർലെസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ആയിട്ടുള്ള 320 രൂപയുടെ 3200 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ 2 ഗീവ് അവേ ചെയ്യുന്നുണ്ടായിരുന്നത്. അത് പോയി കാണാത്തവർ പോയി കാണാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇതിൻ്റെ വിളിക്ക് പോകാം. നമ്മുടെ മീ ഹോം സെക്യൂരിറ്റി ക്യാമറ 360യുടെ ബോക്സാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ഇത് ഒരു ബ്ലാക്ക്, വൈറ്റ്, അതുപോലെ ഒരു ഓറഞ്ച് കളർ ബോക്സാണ്. നമ്മുടെ ഷവമിയുടെ തന്നെ ഒരു ഓറഞ്ച് കളർ എല്ലാത്തിനും ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ മുകളിൽ തന്നെ നമ്മുടെ ഷവമിയുടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മീ ഹോം സെക്യൂരിറ്റി ക്യാമറ 360 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നിങ്ങൾക്കിപ്പോൾ ആമസോണിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് ബെസ്റ്റ് സെല്ലറാണ്. ക്യാമറ നമ്മുടെ ഒരു സ്മാർട്ട് ക്യാമറ ഒരു സെക്യൂരിറ്റി ക്യാമറ സെക്ഷനിൽ അത്യാവശ്യം സ്മാർട്ട് സെല്ലറായിട്ട് പോകുന്ന ഒരു ക്യാമറയാണ്. ഇപ്പോൾ ഞാൻ പ്രൈമിൽ നമുക്കിത് ഓഫറായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു 300-200 റുപ്പീസൊക്കെ ഡിസ്കൗണ്ട് ആയിട്ട് വരുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. അപ്പോൾ നമുക്ക് നാളായിട്ട് അതിൻ്റെ കറക്റ്റ് റേറ്റ് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ കിട്ടുന്നത് 2899 ഞാനിപ്പോൾ ഇന്ന് കുറച്ച് കാലം മുമ്പ് നമ്മുടെ റിയൽമിയുടെ സ്മാർട്ട് ക്യാമറ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കാണാത്തവർ പോയി കാണാൻ ഞാൻ മുകളിൽ എന്തായാലും കൊടുക്കാം. അതും അത്യാവശ്യം നല്ല ക്യാമറ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതാണ് ഈ ക്യാമറ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫ്രണ്ടിൽ പിന്നെ ഇന്നോവേഷൻ ഫോർ എവരി വൺ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ AI മോഷൻ ഡിറ്റക്ഷൻ അലേർട്ട്സ് കൊടുത്തിട്ടുണ്ട്, ഹൈ ഡെഫിനിഷൻ വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, ഇൻഫ്രാറെഡ് നൈറ്റ് വിഷൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ടോക്ക് ബാക്ക് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് താഴെയായിട്ട് വർക്ക് വിത്ത് അലക്സ ആൻഡ് വർക്ക് വിത്ത് ഗൂഗിൾ അസിസ്റ്റൻസ് എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ക്യാമറയുടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മീ ഹോം സെക്യൂരിറ്റി ക്യാമറ തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലൊന്നും ചെറുതായിട്ട് ബോക്സിന് കുറച്ച് ഇവിടെ ഒരു സീലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഓൾറെഡി റിട്ടേൺഡ് പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു. സീല് പൊട്ടിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് എന്താ പറയുക റീപ്ലേസ്മെൻറ്റ് ഓർഡർ ചെയ്യേണ്ടി വരും തോന്നുന്നു. സീലൊക്കെ പൊട്ടിയിട്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഈ ബാക്ക് സൈഡിലായിട്ട് പ്രൊഡക്റ്റ് നെയിം, CCTV ക്യാമറ, അതുപോലെ പ്രൊഡക്റ്റ് മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട്. കളർ വൈറ്റ്, പിന്നെ മോഹം 360 സംഭവം കൊടുത്തിട്ടുണ്ട്. അഡാപ്റ്റർ, മാനുവൽ. MRP കൊടുത്തേക്കുന്നത് 3999 ആണ്. മാനുഫാക്ചർഡ് ബൈ വേറെ ഏതോ സംഭവം ഡാറ്റ ടെക്നോളജി, ചൈനയിൽ സംഭവം, ഇമ്പോർട്ടഡ് ബൈ ഷവമി ടെക്നോളജിയാണ്. അതുപോലെ കൺസ്യൂമർ കംപ്ലയിൻറ്റ് സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരുടെ സ്റ്റിക്കേഴ്സും കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബോക്സായിട്ട്. നമുക്കിത് സീല് കറക്റ്റായിട്ടില്ല, എനിക്ക് തോന്നുന്നത് റിട്ടേൺ പ്രൊഡക്റ്റാണെന്ന് തോന്നുന്നു ആമസോണിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ കുറേ റിട്ടേൺ പ്രൊഡക്ട്സ് വരുന്നുണ്ട്. നമുക്കിത് എന്തായാലും കട്ട് ചെയ്യാൻ നമ്മുടെ നൈഫ് എടുക്കാം. ഓക്കെ, നമുക്ക് സീലല്ല ടൈപ്പാണ് കൊടുത്തിരിക്കുന്നത്. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഉണ്ടെന്ന് നോക്കാം ആദ്യം. ഫസ്റ്റ് തന്നെ ഒരു ബോക്സ് കിട്ടുന്നുണ്ട്. ഇതിൽ നമുക്ക് ചാർജറും കേബിളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതായിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ക്യാമറ, അതാണ് സംഭവം മെയിൻ ക്യാമറ. നമുക്ക് ക്യാമറ തന്നെ ആദ്യം പുറത്തേക്ക് എടുക്കാം. ഇതും ഒരു ടൈപ്പല്ല, അല്ല അത് ടൈപ്പ് തന്നെ കണ്ടു. ഇപ്പോൾ ക്യാമറ എടുത്തിട്ടുണ്ട്. ക്യാമറ കുഴപ്പങ്ങളൊന്നും കാണാനില്ല. ഫ്രണ്ട് സൈഡിൽ അതിൻ്റെ ക്യാമറ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇവിടെയാണ് നമ്മുടെ മെമ്മറി കാർഡ് ഉള്ളത്. ഇപ്പോൾ ഞാൻ മെമ്മറി കാർഡ് നമ്മുടെ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് എടുത്തുകൊണ്ട് വരണം. 32 GB മെമ്മറി കാർഡാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ താഴെയായിട്ട് നമുക്ക് ലോക്ക് ചെയ്യാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിലായിട്ട് സ്പീക്കർ വെൻ്റ് ഉണ്ട്, റീസെറ്റ് ബട്ടൺ, അതുപോലെ മൈക്രോ USB കേബിൾ കുത്താനുള്ള ഒരു പോർട്ടും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് ബോക്സിൽ വേറെ എന്തെല്ലാം നോക്കാം. ഇതിൽ ബുക്ക്ലെറ്റൊക്കെ മിസ്സിങ് ആണല്ലോ. പിന്നെ വരുന്നത് ഇതിലൊന്നുണ്ട് ബുക്ക്ലെറ്റൊക്കെ വരുന്നത്. നമുക്കൊരു ചാർജർ, ഒരു ചെറിയ കുട്ടി ചാർജർ വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ചാർജർ തന്നെയാണ്. പവർ ഇത് നോക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സൂം ആവുന്നുണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. 5 watt 2 ആമ്പിയറിൻ്റെയാണ് കേട്ടോ. അതുപോലെ നമുക്കൊരു വലിയൊരു കേബിളും തന്നിട്ടുണ്ട്, മൈക്രോ USB കേബിൾ. പിന്നെ നമുക്ക് ഫോൾ മൗണ്ട് ചെയ്യാനുള്ള ഒരു സ്ക്രൂവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ യൂസർ മാനുവലായിട്ട് ഇങ്ങനൊരു ബുക്കും തന്നിട്ടുണ്ട്. യൂസർ മാനുവൽ ഹോം സെക്യൂരിറ്റി ക്യാമറ ആയിട്ടൊരു സംഭവം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സെറ്റപ്പ് ചെയ്യണം. അതിന് മുമ്പ് നിങ്ങൾക്കറിയാം ഇത് മീ ഹോമിൻ്റെ ഒരു ആപ്പ് ആവശ്യമാണ് ഇതിനെ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്ക് മൈക്രോ SD കാർഡ് വേണം. മൈക്രോ SD കാർഡ് നമുക്ക് ഇതിൽ ഇൻബിൽഡ് വരില്ല, അപ്പോൾ നിങ്ങൾ എക്സ്ട്രാ വാങ്ങിക്കേണ്ടി വരും. ഇത് ഞാൻ നമ്മുടെ സാംസങ്ങിൻ്റെ 32GB ആണ് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് രണ്ടെണ്ണത്തിന് നമ്മുടെ ക്യാമറയുടെയും നമ്മുടെ SD കാർഡിൻ്റെയും നോക്കുന്നവർ ഞാൻ കൊടുക്കട്ടെ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് വാങ്ങിക്കാം. എന്ന് വെച്ചാൽ നമ്മുടെ സാംസങ്ങിൻ്റെ SD കാർഡ് കുറച്ചുകൂടി സ്പീഡ് കൂടുതലാണ്, പിന്നെ കുറച്ചുകൂടി റേറ്റ് കുറവാണ്. അപ്പോൾ അതാണ് ഞങ്ങൾക്ക് വാങ്ങിക്കാൻ കാരണം. അപ്പോൾ നമുക്ക് നമ്മുടെ SD കാർഡും മറ്റേ എടുത്തിട്ട് പിന്നെ നമുക്ക് ആപ്പൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ നമ്മുടെ SD കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം SD കാർഡ് ഇതിലിടാം. ഇതിൻ്റെ താഴെയായിട്ടാണ് SD കാർഡ് ഇട്ടാൽ, അത് ഒരു ഹൈഡ് പൊസിഷൻ പോലത്തെ സംഭവമാണ്. നമ്മൾ SD കാർഡ് ഇട്ടിട്ടുണ്ട്. ഫോർമാറ്റ് ചെയ്യേണ്ടി വരുമോ എന്ന് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ചെറിയ കോറിലൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും റീപ്ലേസ്മെൻറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചാർജർ ഞാൻ കേബിൾ എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് മീൻ്റെ കേബിൾ തന്നെയാണ്. 2-in-1 കേബിൾ ഉണ്ടല്ലോ, അതാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഞാനിത് കുറേ കാലമായിട്ട് നമ്മൾ 2-in-1 കേബിൾ ഉപയോഗിക്കുന്നതാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ടൈപ്പ് സിയിൽ വർക്ക് ചെയ്യുന്നതും അല്ലാത്തതും കുറേ എക്യുപ്മെൻറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് മാറ്റി കൊടുക്കാമല്ലോ, വേറെ കേബിൾ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിൽ തന്നെ കുത്താം. ഞാൻ കുത്തിയിട്ടുണ്ട് പവർ. നമുക്ക് ഓണാക്കാം. അവിടെ ലൈറ്റ് കത്തി നിങ്ങൾക്ക് ഇവിടെ കാണാം. ചെറിയൊരു ലൈറ്റ് വന്നിട്ടുണ്ട്, ഓറഞ്ച് കളർ ലൈറ്റ്. ഓറഞ്ച് അല്ല, എന്ന് പറയാം. നമുക്ക് പിന്നെ അടുത്ത് നമ്മുടെ ആപ്പ്, ഷവമിയുടെ ആപ്പാണ് എടുക്കേണ്ടത്. മീ ഹോം എന്ന് പറഞ്ഞൊരു ആപ്പാണ്. ഇത് നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടി വരും. ഞാൻ ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. അതായത് അതിൽ കണക്ഷൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതിൽ അതിന് മുമ്പ് ഇതിൽ സൈൻ ഇൻ ചെയ്യാം. നമുക്കിത് ഞാൻ എൻ്റെ പാസ്വേഡൊക്കെ മറന്നു. അപ്പോൾ സൈൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇത് വെയിറ്റിംഗ് ഫോർ കണക്ഷൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ പേര് വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്, അജയ് ഹോം എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിൽ ഇത് പോവാം. ടേൺ ഓൺ ബ്ലൂടൂത്ത് വേണം നമുക്ക് ആദ്യം തന്നെ. മീ ഹോം പെർമിഷനും കൊടുക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ പെർമിഷനിൽ നമുക്ക് ലൊക്കേഷൻ പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലോ കൊടുക്കുക. ക്യാമറ പെർമിഷനും വേണ്ടി വരും, മൈക്രോഫോൺ പെർമിഷനും വേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാറ്റിയാൽ മതിയിട്ടാണ്. ഇതിപ്പോൾ നമുക്കിതിൽ കുറേ ഡിവൈസസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ മീ ഹോം സെക്യൂരിറ്റി ക്യാമറ വേണ്ടിയിട്ട് 3 ടൈപ്പ് കാണാം. അതിൽ നമുക്ക് 360 180p ബേസിക് അല്ല കൊടുക്കേണ്ടത്, 360 അല്ല കൊടുക്കേണ്ടത്. അത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെയിറ്റ് അണ്ടിൽ യു ഹിയർ എ വോയിസ് പ്രോംപ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേൾക്കുന്നുണ്ട് അത്. കണക്റ്റ് ആണ്, അത് റൂട്ടറിനൊരു കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ നമ്മുടെ പാസ്വേഡ് എടുത്തിട്ട് വരാം നമ്മുടെ വൈഫൈയിൽ. അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നമുക്ക് ഇതിൻ്റെ മുമ്പിൽ നമ്മുടെ QR കോഡ് കാണിക്കാൻ പറയുന്നുണ്ട്. നമുക്കിങ്ങനെ കണ്ടില്ല ആള്. ഇതൊരു പൂർവ്വ പരിപാടി കേട്ടോ, അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്കാൻ ദ QR കോഡ് വിത്ത് ക്യാമറ ആൻഡ് കീപ് ദ ഫോൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. ഇത് കണ്ടിട്ടില്ല ആളിതിലിട്ട്. നമുക്ക് എന്തായാലും അപ്പോൾ സ്കാൻ ആയിട്ടുണ്ട്. ഇനി കണക്റ്റിംഗ് ആണ്. ഫോണിൻ്റെ നമ്മുടെ ഡിസ്പ്ലേ ഓഫ് ആയി. ഇനിയിപ്പോൾ ഹിയർഡ് സ്കാൻ സക്സസ്ഫുൾ എന്ന് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ബ്രിങ് ഡിവൈസ് ക്ലോസർ ടു ദ റൂട്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കണക്റ്റിംഗ് നമ്മളെ സംഭവം കണക്റ്റിംഗ് ആയിട്ടുണ്ട്. എല്ലാം എസ്റ്റാബ്ലിഷ് ആയിട്ട് ഡിവൈസ് ആഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് റൂമിൽ വയ്ക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബെഡ്റൂമിലാണ് വയ്ക്കുന്നത് തൽക്കാലം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇതിൻ്റെ സെറ്റാസ് പ്ലേ ബാക്ക് ഷോർട്ട് കട്ട് ഓൺ ഹോം എന്ന പേജൊന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ റീനെയിം ദ ഡിവൈസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാം. നമുക്കത് മീ ക്യാമറ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇതിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇത് ഷെയർ ചെയ്യട്ടെ. നമുക്ക് ഇപ്പോൾ ഈ ആപ്പിൽ കൂടെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആൾക്ക് നമ്മുടെ വീട്ടിലത്തെ കണക്ക് നമുക്ക് ഇതിൻ്റെ കൺട്രോൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കൂടെ ഷെയർ ചെയ്യാം. അപ്പോൾ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ട് എടുക്കാം. തൽക്കാലം വേറെ ഒന്നുമില്ല.
പിന്നെ എഗ്രിമെൻറ്റ്സും പ്രൈവസി പോളിസിയും എഗ്രി ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതാ സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫോട്ടോ നമ്മുടെ ഇത് കാണുന്നുണ്ട്. ഇത് ഞാൻ വീഡിയോ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. എന്താ റിയൽമിനായിട്ടും ക്വാളിറ്റി എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ നല്ലൊരു ക്വാളിറ്റി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ക്യാമറ സംഭവങ്ങളൊക്കെ കാണാനുണ്ട്, ഫോണിൻ്റെ ക്യാമറയിൽ കാണാനുണ്ട്. നമുക്ക് റൊട്ടേഷനൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതാണ് നമ്മുടെ ഫുൾ. ഇത് കൊള്ളാട്ടോ, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്കിത് ഇവിടെ നമുക്ക് ആ സ്പീഡും കാണിക്കുന്നുണ്ട്. 105 kbps ഉണ്ട്. ഇത് നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് അലോ പെർമിഷൻ കൊടുക്കണം. ഇതാ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫോണിൻ്റെ റെക്കോർഡിലേക്ക് റെക്കോർഡായിട്ട് വരും. പിന്നെ നമുക്കിത് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. മുകളിൽ വന്നു. പിന്നെ അത് ടോക്ക് ബാക്കിൻ്റെ ആണ്. ഹലോ ഹലോ കണ്ടു. ഹലോ 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 നമുക്ക് രണ്ടിലും കേൾക്കാൻ പറ്റും. കണ്ടോ, ഇത് നമ്മുടെ രണ്ടിൻ്റെയും മൈക്കിൻ്റെ അടുത്തായ കാരണമാണ് ഈ സൗണ്ട് വരുന്നത്. പക്ഷേ നല്ലൊരു ഇതുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ സെറ്റിങ്സിലേക്കും പോയി നോക്കി നോക്കാം. ക്യാമറ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആണ്. ഡാറ്റ യൂസേജ് ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എന്താ വെച്ചാൽ 3300 GB ഉണ്ട്. അത് കാരണം ഡാറ്റ യൂസേജിൻ്റെ ആവശ്യമില്ല. സ്ലീപ്പ് സെറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ സ്ലീപ്പ് സെറ്റിംഗ് കൊടുക്കാം. അത് നമ്മുടെ റിയൽമിയിൽ ഉണ്ടാകുന്നില്ല കേട്ടോ, സ്ലീപ്പ് സെറ്റിംഗ്. പിന്നെ ഇമേജ് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ ടൈം സ്റ്റാമ്പ് വേണം. അതുപോലെ ലെൻസ് ഡിസ്കോഷൻ കറക്ഷൻ വേണം. വൈഡ് ഡൈനാമിക് റേഞ്ച് WDR മോഡ് നമുക്ക് ഓണാക്കി വയ്ക്കാം. എന്നുവെച്ചാൽ നമ്മുടെ വൈറ്റ് പിക്ചർ ഉണ്ടല്ലോ, അതാണ് സംഭവം. പിന്നെ റൊട്ടേറ്റ് ഇമേജ് അതും ആവശ്യമില്ല. പിന്നെ വരുന്നത് നൈറ്റ് വിഷൻ സെറ്റിങ്സ് ആണ്. നൈറ്റ് വിഷൻ സെറ്റിങ്സിൽ നമുക്ക് ഫുൾ കളർ വിത്ത് ലോ ലൈറ്റ് അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആണ്. സ്വിച്ച് ഓട്ടോമാറ്റിക്കലി ആണെന്ന് വെച്ചാൽ ഇരുട്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൽ പോകും. പിന്നെ വരുന്നത് ക്യാമറ കാലിബ്രേഷൻ ആണ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാലിബ്രേഷൻ ആവുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മുടെ ഈ ഫേവറേറ്റ്സിൽ നമ്മുടെ മീ ക്യാമറ ഒരു ബെഡ്റൂമായിട്ട് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി. പിന്നെ ഇതാണ് എൻ്റെ ആപ്പിൻ്റെ ഒരു എന്താ പറയുക ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. പിന്നെ നമ്മുടെ മീ ആപ്പിൻ്റെ സ്റ്റോറും വരുന്നുണ്ട് ഇതിൽ. നമുക്ക് എന്നാൽ ഓട്ടോമേഷൻ നമുക്ക് കൊടുക്കാം. നമ്മുടെ ഈ എന്താ പറയുക അലക്സ, ഗൂഗിൾ അസിസ്റ്റൻ്റ്, ഗൂഗിൾ ഹോം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ ഗൂഗിൾ ഓട്ടോമേഷൻ കൊടുക്കാം. അതിൽ പിന്നെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ പേര്, ഡിവൈസ് എന്തൊക്കെയുണ്ട്, ഷെയർ ഡിവൈസ് ആൻഡ് വോയിസ് സർവീസ്, അതുപോലെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ കുറേ കൂടി അതിൻ്റെ എന്താ പറയുക ചെക്ക് ഫോർ അപ്ഡേറ്റ്സ്, ഓട്ടോ സ്കാൻ ഫീച്ചർ, ഇതൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാം. പിന്നെ നമ്മൾ റീജിയണൽ ലാംഗ്വേജൊക്കെ മാറ്റാം. ഇതാണ് നമ്മുടെ ക്യാമറയുടെ സംഭവം. നമുക്ക് ഇതിൽ കൂടെ തന്നെ ഓഫ് ചെയ്യാൻ മോണിക്ക് ചെയ്യാം കേട്ടോ. മുകളിലായിട്ട് തന്നെ ഓട്ടോ മോഡ് വരുന്നുണ്ട്. അതുപോലെ ഫുൾ സ്ക്രീൻ മോഡ് വരുന്നുണ്ട്. കണ്ടോ, പിന്നെ നമുക്കിവിടെ കാണാം ഓട്ടോ മോഡ്. ക്യാമറ ക്വാളിറ്റി അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ. നമുക്കിത് ഫുള്ള് കാണിച്ചു തരാം. ഇവിടെ നമ്മുടെ റിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് എന്തായാലും ബാക്കിൽ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീ ഹോം ക്യാമറ. എന്തായാലും ക്യാമറ ഔട്ട്പുട്ട് എനിക്ക് മറ്റേനെക്കാട്ടൊക്കെ ഇഷ്ടപ്പെട്ടു കിട്ടുക. എന്ന് വെച്ചാൽ റിയൽമിനെക്കാട്ടും കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നോർമലി നിങ്ങൾ യൂട്യൂബിൻ്റെ വേറെ വീഡിയോസ് റിവ്യൂസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ പേര് പറയുന്നത് നമ്മുടെ റിയൽമിയുടെ വീഡിയോസിനാണ് കുറച്ചുകൂടി ക്വാളിറ്റി വരുന്നതാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത് ശരിക്കും നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ മീൻ്റെ ക്യാമറയ്ക്കാണ് ഫീൽ കുറച്ചുകൂടി എന്താ പറയുക ക്വാളിറ്റി ഫീൽ ചെയ്തത്. അതുപോലെ കുറേ പേര് പറയുന്നുണ്ട് നമുക്കിതിന് കുറച്ച് സ്ലോ ആണ് നമ്മുടെ വീഡിയോ കാണിക്കുന്നതിനൊക്കെ. പക്ഷേ ഇത് സ്ലോ ഒന്നുമല്ല, കറക്റ്റ് തന്നെയാണ് കാണിക്കുന്നത്. അവരെന്താ അങ്ങനെ പറയുന്നത് അറിയില്ല. പക്ഷേ ഇത് കറക്റ്റായിട്ട് നമ്മൾ ഹോണസ്റ്റായിട്ട് പറയുന്നതാണ്. ഇതിൽ നമ്മുടെ ലാഗും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. നമ്മളിത് കാണിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇത് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ആ ഇഷ്യൂ ഒന്നുമില്ല. ഇത് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് കുറച്ച് റിട്ടേണബിൾ ആണെന്നുള്ളൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ റീപ്ലേസ്മെൻ്റ് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമുക്കിതാണ് നമ്മുടെ ഒരു ക്യാമറയുടെ ഔട്ട്പുട്ട് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ വന്നേക്കുന്നതാണെന്ന് ഓൾറെഡി. പിന്നെ നമ്മൾ ഓൾറെഡി കാർഡിലേക്കാണത് പോവുക. നേരത്തെ എടുത്ത വീഡിയോ ആണത്. ഇപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഈ മീ ഹോമിൻ്റെ ക്യാമറയുടെ ആപ്പിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ക്യാമറ സെക്യൂരിറ്റി ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമി നല്ല തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തായാലും ചോയ്സ് വെച്ചിട്ട് വാങ്ങിക്കുക. എന്ന് വെച്ചാൽ റിയൽമി കുഴപ്പമെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ശരിക്കും സെക്യൂരിറ്റി ഫീച്ചറാണ്. നമുക്ക് അവരുടെ ഡയറക്റ്റ് നമ്മുടെ ക്യാമറയിലേക്ക് നമ്മുടെ SD കാർഡിലേക്ക് റെക്കോർഡ് ആവില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കാണണമെങ്കിലോ അതുപോലെ ഡൗൺലോഡ് ചെയ്യണമെങ്കിലോ നമുക്ക് ആപ്പ് വഴിയേ പറ്റുള്ളൂ. ഇതിൽ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. നമുക്ക് ഡയറക്റ്റ് നമുക്ക് മോണിറ്ററിൽ നമ്മുടെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫീച്ചർ മാത്രമേ മറ്റേതിലുള്ളൂ. അല്ലാണ്ട് എനിക്ക് കുറച്ചും കൂടി പിന്നെ ഇമേജ് ക്വാളിറ്റിയും വീഡിയോ ക്വാളിറ്റിയും കുറച്ചുകൂടി എനിക്ക് മീൻ്റെ ആണ് ഇഷ്ടമായത്. കുറച്ചും കൂടി ക്വാളിറ്റി തോന്നുന്നു. വെച്ചാൽ ഭയങ്കര ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെങ്കിലും രണ്ടും വാങ്ങിക്കാം. നിങ്ങൾക്ക് രണ്ടായിട്ടും നമ്മുടെ സ്മാർട്ട് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ രണ്ടിനും നമുക്ക് ഈ ഡസ്റ്റ് പ്രൊട്ടക്ഷനും വാട്ടർ പ്രൊട്ടക്ഷനും ഒന്നും ഇല്ല. അപ്പോൾ വെള്ളം തട്ടാത്ത രീതിയിലൊക്കെ ഫിക്സ് ചെയ്യാൻ നോക്കുക. അതുപോലെ നമുക്കിത് രണ്ടും ഇൻവേർട്ടായിട്ടും വെക്കാം. അതുപോലെ നമ്മുടെ ഡെസ്ക്ടോപ്പിലും വെക്കാം. അതുപോലെ ടേബിളിൽ അങ്ങനെ എവിടെയെങ്കിലും വെക്കാം. ഇൻറ്റീരിയറിലും വെക്കാം. അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് സ്മാർട്ട് ആയിട്ടുള്ള നമുക്കൊരു വൈഫൈ
ഒരു ഓൾവേസ് ഓൺ വൈഫൈ വേണം. അങ്ങനെ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിന്. വൈഫൈ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട എന്ന് വെച്ചാൽ ഓണാവില്ല. പിന്നെ ഭയങ്കര പാടായിരിക്കും, ഹോട്ട്സ്പോട്ടൊക്കെ ഇട്ടിട്ട് ഓണാക്കേണ്ടി വരും. പക്ഷേ വൈഫൈ ഇല്ലെങ്കിൽ സംഭവം ഓണാവില്ല. പക്ഷേ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോൾ രാത്രിക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ മോഡ് ഓഫ് ചെയ്താലും സംഭവം റെക്കോർഡ് ആവുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ഇല്ല. പിന്നെ നമുക്കിതിൽ 64 GB വരെ സപ്പോർട്ട് ആവുള്ളൂ. നമ്മുടെ റിയൽമിയിലാണെങ്കിൽ 128 വരെ സപ്പോർട്ട് ആവും. പക്ഷേ ഇത് ഓവറായിട്ട് ഇത് പോയിക്കൊള്ളൂ, അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. നമുക്കിപ്പോൾ ഒരു 7 days 5 days കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ലൂപ്പിംഗ് പോലെ അങ്ങനെ ഓവറായിട്ട് ഇത് പോയിക്കോളും. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ലിങ്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മളൊരു ഇപ്പോൾ 2 ഗീവ് വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വയർലെസ് മൈക്കാണ് പ്രോട്ടോണിക്സിൻ്റെ. അതുപോലെ നമ്മളൊരു 10 റൂട്ടറും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 വീഡിയോസിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. എല്ലാവരും പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സിമ്പിൾ സ്റ്റെപ്സുകളാണ്, അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കത് എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മളതിൻ്റെ വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്യട്ടാം. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറയണ്ട, അത് മറക്കല്ലേ. അതുപോലെ എന്താ പറയുക, എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും നമ്മൾ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മൾ വ്യൂവേഴ്സിന് വേണ്ടിയാണല്ലോ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാ കമൻറ്റ്സും നമ്മൾ റിപ്ലൈ തരും. മാക്സിമം ഫാസ്റ്റായിട്ട് റിപ്ലൈ തരും. അപ്പോൾ ലേറ്റ് ആയാലും റിപ്ലൈ തരും കേട്ടോ. അപ്പോൾ ശരി ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രണ്ട്സ്.